ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1-ൻ്റെ അകത്തിലെ 13ാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ ജെനിച്ചുവിനെയാണ്. ജെനിച്ചു ആ കുട്ടിയെ കൊണ്ട് പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം അവിടെ ഉള്ള ഒരു റൂമിൽ നിന്ന് കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇത് കേട്ടാ ജെനിച്ചു ആ കുട്ടിയോട് പറയുന്നു, എടാ നീ ആ റൂം ഒന്ന് തുറന്ന് അതിൻ്റെ അകത്ത് നോക്കടാ, അതിൻ്റെ അകത്ത് ഡീമൻ വല്ലതും ഉണ്ടോ നീ ഒന്ന് നോക്കടാ. ഇത് കേട്ടാ കുട്ടി പറയുന്നു, എന്നെ കൊണ്ടൊന്നും വയ്യ, നീ നോക്കടാ, നീ അല്ലേ എന്നെക്കാട്ടി മൂത്തതെന്ന് പറയുന്നു. ജെനിച്ചു പേടിച്ചിട്ടാണെങ്കിലും ആ റൂം അങ്ങ് തുറന്നു നോക്കുവാണ്. പക്ഷെ തുറന്നു നോക്കാൻ നേരത്ത് ആ റൂമിന്റെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ റൂമിന്റെ അതോട്ട് കയറി സമയം തന്നെ അവിടെ ഡ്രംസിന്റെ ശബ്ദം കേൾക്കുവാണ്. ആ സമയത്ത് തന്നെ ആ റൂം അങ്ങ് തല തിരിഞ്ഞു പോകും. പക്ഷേ ജെനിച്ചു അവിടുന്ന് താരോട്ട് വീഴുവാണ്. വീഴുന്ന സമയത്ത് തന്നെ അവൻ ഓരോരോ ഡോർ തന്നെ ഇടിച്ചിടിച്ച് അത് തുറന്ന് അവൻ വീടിന്റെ പുറത്തോട്ട് പോവാണ്. കാണിക്കുന്നത് നമ്മുടെ താൻസ്രോ തന്നെയാണ്. നമ്മുടെ താൻസ്രോ ആ ഡ്രം കൊട്ടുന്ന ഡീമനെ കൊല്ലാൻ നോക്കാൻ നേരത്തെ കയ്യിലുള്ള എല്ലാ ഡ്രംസും ഒരുമിച്ച് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അതുകൊണ്ട് തന്നെ ആ റൂം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻസ്രോ അവിടെ ഭിത്തിയിലും അപ്പുറത്തും ഒക്കെ ചെന്ന് ഇടിച്ച് അവന് താൻസ്രോയ്ക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നൊക്കെയാണ്. അതേസമയം തന്നെ താൻസ്രോ പറയുന്നുണ്ട്, എടാ നീ നിർത്തിയില്ലേ ഞാൻ നിന്നെ കൊന്നു കളയും. അങ്ങനെ ആ ഡീമൻ ആലോചിക്കുവാണ്. ആ ഡീമന്റെ ആഗ്രഹം ഒരു മ്യൂസീഷ്യൻ ആവണമെന്നായിരുന്നു. അങ്ങനെ അവൻ ഒരു ഡയറക്ടറിനെ എടുത്തോട്ട് അവന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് പോവുകയാണ്. അന്നേരം ആ ഡയറക്ടർ പറയുവാണ്, നീ എഴുതിക്കൊണ്ട് വരുന്ന എല്ലാ സ്ക്രിപ്റ്റിന്റെ അവസാനവും ഒരുപോലെ തന്നെയാണ്. ഈ മ്യൂസിക് എന്ന് പറഞ്ഞ പരിപാടി നിനക്ക് പറ്റിയ പരിപാടിയൊന്നുമല്ല, നീ വേറെ ഏതെങ്കിലും പണിക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ ആക്ഷേപിക്കുവാണ് ആ ഡയറക്ടർ. അത് മാത്രമല്ല അവൻ കഷ്ടപ്പെട്ട് എഴുതിയ സ്ക്രിപ്റ്റിന്റെ മണ്ടയ്ക്കൂടെ ചവിട്ടിക്കൊണ്ടാണ് ആ ഡയറക്ടർ പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അവനൊരു ദേഷ്യം വരുവാണ്. അങ്ങനെ അവന് ദേഷ്യം വന്ന് അവനൊരു ഡീമനായിട്ട് മാറി ആ ഡയറക്ടറിനെ അങ്ങ് കൊന്നു കളയുവാണ്. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് ആ ഡീമൻ. ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡ്രം എല്ലാം ഭയങ്കര സ്പീഡിൽ കൊട്ടിക്കൊണ്ടിരിക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് അവന്റെ കൊട്ടൊന്ന് നിർത്തുന്നുണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ താൻസ്രോ ചിന്തിക്കുന്നത്, ആ ഡീമൻ ഈ ഒരു ഈണത്തിലാണ് ആ ഡ്രം കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ അവസാനം അവനൊന്ന് നിർത്തി വെക്കുന്നുണ്ട്. ആ സമയം എനിക്ക് ഈ ഡീമനെ കൊല്ലാൻ പറ്റുമെന്ന് താൻസ്രോ മനസ്സിലാലോചിക്കുന്നു. അങ്ങനെ ആ ഡീമൻ കൊട്ടി നിർത്തുവാണ്. കൊട്ടി നിർത്തിയപ്പോൾ തന്നെ താൻസ്രോ താരോട്ട് ഇറങ്ങുവാണ്. താരോട്ട് നോക്കുന്ന സമയത്ത് അവിടെ കുറെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതിലൊന്നും ചവിട്ടാതെ താൻസ്രോ സൂക്ഷിച്ച് താരോട്ട് ഇറങ്ങുവാണ്. എന്നിട്ട് ആ ഡീമന്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആവാണ്. ആ പേപ്പറിൽ ഒന്നും ചവിട്ടാതാണ് താൻസ്രോ പോകുന്നത്. ഇത് ആ ഡീമൻ കാണുന്നുണ്ട്. അങ്ങനെ ഡീമൻ കണ്ടപ്പോൾ തന്നെ പിന്നെ കൊട്ടാൻ നേരം തുടങ്ങി. താൻസ്രോ മനസ്സിൽ വിചാരിക്കുവാണ്, ഇവനെ നിർത്തുന്ന ആ സ്പോട്ടിൽ എനിക്ക് ഇവനെ തല വെട്ടി ഇവനെ കൊല്ലണം. അങ്ങനെ താൻസ്രോ അവന്റെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഓടിപ്പോയി ആ ഡീമന്റെ തല അങ്ങ് വെട്ടുവാണ്. ഒരുപാട് അധികം നേരം അവന് വാട്ടർ ബ്രീത്തിങ് ടെക്നിക്കിന് വേണ്ടി ശ്വാസം പിടിച്ച് വെച്ചത് കൊണ്ട് തന്നെ അവന്റെ ഹൃദയമൊക്കെ വേദനിക്കുന്നു. കുഴപ്പമില്ല, ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്നാണ് താൻസ്രോ ചിന്തിക്കുന്നത്. ഇതേസമയം തന്നെ താൻസ്രോയുടെ ആ ഡീമൻ പറയുവാണ്, ഞാൻ ചെയ്ത ബ്ലഡ് ഡീമൻ ആർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അത് കൊള്ളായിരുന്നു എന്ന്. അന്നേരം താൻസ്രോ പറയുവാണ്, നീ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, അതൊരു നല്ല കാര്യമല്ല. അങ്ങനെ ആ ഡീമൻ ഭസ്മമായിട്ട് അവിടുന്ന് പോകുവാണ്. അതേസമയം താൻസ്രോ വിചാരിക്കുകയാണ്, അയ്യോ ഞാനിവിടെ ബ്ലഡ് സാമ്പിൾ എടുത്തില്ലല്ലോ, അത് എടുക്കണമെന്ന് പറഞ്ഞാൽ താൻസ്രോയുടെ കയ്യിലുണ്ടായിരുന്ന മറ്റേ സൂചി എടുക്കുവാണ്. എന്നിട്ട് അവന്റെ ദേഹത്തോട്ട് എറിയുവാണ്. ഓട്ടോമാറ്റിക്കലി തന്നെ ആ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് എടുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊരു പൂച്ച വരുന്നത്. ആ പൂച്ചയുടെ അടുത്ത് ആ ബ്ലഡ് കൊടുത്തു വിടുവാണ്. അത് നമ്മുടെ താമയോടെ പൂച്ചയായിരുന്നു. അങ്ങനെ ആ പൂച്ച ആ ബ്ലഡ് കൊണ്ട് പോകുന്ന സമയത്ത് തന്നെ അത് ഇൻവെസിബിൾ ആയി പോകുന്നുണ്ട്. താൻസ്രോ അവിടെ നിന്ന് പോകുവാണ്. പോകുന്ന സമയത്ത് തന്നെ ആ ഡീമനോട് താൻസ്രോ പറയുന്നുണ്ട്, നീ സുഖമായിട്ടിരിക്കുക, അത് മാത്രമല്ല നീ കാണിച്ച ആ ബ്ലഡ് ഡീമൻ ആർട്ട് നല്ലതായിരുന്നെന്നും താൻസ്രോ പറയുന്നുണ്ട്. ആ ഡീമൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളെങ്കിലും ഒരു നല്ല കാര്യം എന്നെ കുറിച്ച് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാണ് കരയുന്നത്. അങ്ങനെ താൻസ്രോ കുട്ടികളെ അന്വേഷിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് താൻസ്രോ ഓടിപ്പോയി ആ കുട്ടികൾ ഇരിക്കുന്ന റൂം തുറന്നു നോക്കുന്ന സമയത്താണ് കുട്ടികൾ ഓരോരോ സാധനങ്ങൾ താൻസ്രോയുടെ ദേഹത്തോട്ട് എറിയുന്നത്. കുട്ടികൾ വിചാരിച്ചു അത് ഡീമനാന്ന് പറഞ്ഞാണ് താൻസ്രോയുടെ ദേഹത്തോട്ട് എറിയുന്നത്. ഇത് കണ്ട് താൻസ്രോ പറയുന്നത്, ഒന്ന് അടങ്ങിയിരിക്കും, ഞാൻ ഡീമനല്ല, ഞാൻ താൻസ്രോ എന്ന് പറയുക. കുട്ടികൾ പറയുവാണ്, ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന ഡ്രം അതങ്ങ് മാഞ്ഞു പോയി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധനമൊക്കെ നീ ഡീമനാന്ന് പറഞ്ഞത്. താൻസ്രോ പറയുവാണ്, ആ അതെനിക്കറിയാം, നമുക്ക് എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് അവരോ കൊണ്ട് പുറത്തോട്ട് പോകുകയാണ്. പുറത്തോട്ട് പോകുന്ന സമയത്താണ് താൻസ്രോയ്ക്ക് ഒരു സ്മെല്ല് കിട്ടുന്നത്. അതൊരു ബ്ലഡിന്റെ സ്മെല്ലാണ്, അതൊരു ഹ്യൂമന്റെ ബ്ലഡിന്റെ സ്മെല്ല്. അങ്ങോട്ട് ഇറങ്ങിപ്പോയി നോക്കുന്ന സമയത്ത് ജെനിച്ചുവിനെ ഇനോസ്കി അടിക്കുന്നതാണ് കാണുന്നത്. ഇനോസ്കിയുടെ ഉണ്ടായിരുന്ന ആ കൊച്ചുകുട്ടി സൈഡിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തോ ചെയ്യണമെന്ന് അവൻ അറിയത്തില്ല, കാരണം അവനൊരു കൊച്ചുകുട്ടിയല്ലേ. അങ്ങനെ തന്നെ ജെനിച്ചുവിനെ പിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന ദേഹത്തുനിന്ന് കുറെ ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ താൻസ്രോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻസ്രോ നോക്കുന്ന സമയത്ത് താൻസ്രോ ഉണ്ടായിരുന്ന ആ പെട്ടി നമ്മുടെ ജെനിച്ചു പ്രൊട്ടക്ട് ചെയ്യുവാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ചു നേരം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ജെനിച്ചു ആ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സമയത്ത് ജെനിച്ചു താരെ വീണ് ബോധം കെട്ടി കിടക്കുവാണ്. ജെനിച്ചുവിന് മനസ്സിലാവാണ് താൻസ്രോ ആ ഡ്രം കൊട്ടുന്ന ഡീമനെ കൊന്ന കാര്യം, കാരണം ഇപ്പം ആ ഡ്രമ്മിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ജെനിച്ചു അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. എഴുന്നേക്കുന്ന സമയത്ത് ആ കൊച്ചുകുട്ടി അവിടെ ഇരിപ്പുണ്ട്. അന്നേരം ആ കൊച്ചുകുട്ടി ജെനിച്ചുവോട് ചോദിക്കുവാണ്, നമ്മൾ വിജയിച്ചു. സമയം തന്നെ നമ്മുടെ ജെനിച്ചു അവന്റെ തലയിലോട്ടൊന്ന് തൊട്ട് നോക്കുവാണ്. തൊട്ട് നോക്കിയിട്ട് കയ്യിലോട്ട് നോക്കുന്ന സമയത്ത് ചോര. അന്നേരം ജെനിച്ചു അയ്യോ ഞാൻ ചാവാൻ പോവാണേ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചോണ്ടിരിക്കുക. കുട്ടി പറയുവാണ്, നമ്മൾ ആ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പുറത്ത് വന്നില്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മരിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അങ്ങോട്ട് ഇനോസ്കി വരുവാണ്. ഇനോസ്കി വന്നു തന്നെ ആ നെസ്കോ ഇരിക്കുന്ന പെട്ടി കാണുവാണ്. അത് കണ്ടപ്പോൾ തന്നെ ഇനോസ്കിക്ക് മനസ്സിലായി അതിന്റെ അതിലൊരു ഡീമൻ ഉണ്ട്. ഇനോസ്കിയെ കണ്ടുടനെ തന്നെ നമ്മുടെ ജെനിച്ചു വിചാരിക്കുവാണ്, ഇവനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഇവനല്ലേ മറ്റേ ഡീമൺ സ്ലേയറിന്റെ ഫൈനൽ
സെലക്ഷൻ്റെ അകത്തിൽ ആദ്യം തന്നെ പോവുകയും അതുപോലെ തന്നെ ആദ്യം തന്നെ തിരിച്ചു വന്നയാൾ ഇനോസ്കി ആ പെട്ടിയെ ആക്രമിക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന സമയത്ത് നമ്മുടെ ജെനിറ്റ്സു വന്നത് തടയുവാണ്. പറയുന്നു ഇത് തുടരുതെന്ന്. അന്നേരം ഇനോസ്കി ചോദിക്കുന്നു ഇതിൻ്റെ അതൊരു ഡീമനാ, ഇതിനെ എന്തിനാ നീ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ജെനിറ്റ്സു പറയുന്നു എനിക്കറിയാം ഇതിൻ്റെ അതൊരു ഡീമനാന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജെനിറ്റ്സു ആദ്യം തന്നെ താൻജറോ കൊണ്ട് കിടക്കുന്നത് ഡീമനാന്ന് മനസ്സിലാക്കിയതായിരുന്നു. കാരണം ജെനിറ്റ്സുവിന് നല്ല രീതിയിൽ കേൾവി ശക്തി ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾ കള്ളം പറയാൻ നേരത്തെ അയാളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് കാണാൻ. അതുകൊണ്ട് തന്നെ ജെനിറ്റ്സുവിന് അറിയായിരുന്നു താൻജറോ ഒരു ഡീമനെ കൊണ്ടാണ് നടക്കുന്നതെന്ന്. അത് മാത്രമല്ല താൻജറോ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഈ പെട്ടി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് കാരണമാണ് ജെനിറ്റ്സു ആ പെട്ടിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനോസ്കി പറയുവാണ് ഇതിൻ്റെ അത് ഈ പെട്ടിക്ക് അതൊരു ഡീമനാണ്, സോ ഈ ഡീമനെ എനിക്ക് കൊന്നേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. ഇതിനെ ഞാൻ കൊല്ലാൻ സമ്മതിക്കത്തില്ല, താൻജറോ വരുന്നിടം വരെ ഞാൻ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ജെനിറ്റ്സു. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുവിടാന്ന് പറയുവാണ് നമ്മുടെ ഇനോസ്കി. ജെനിറ്റ്സുവിനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്താണ് താൻജറോ അങ്ങോട്ട് വരുന്നത്. താൻജറോനെ കണ്ടുടൻ തന്നെ ജെനിറ്റ്സു പറയുവാണ് ഹേ താൻജറോ നീ വന്നോ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരവും കാത്തിരുന്നത്. നിനക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം ഈ പെട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ അടുത്ത് നിന്ന് നീ ഈ പെട്ടി ഞാൻ പ്രൊട്ടക്ട് ചെയ്തത്. താൻജറോ നീ വരുന്നിടം വരെ ഞാൻ പിടിച്ചു, നീ ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ഇതേ സമയത്തൊക്കെ നമ്മുടെ ഇനോസ്കി നമ്മുടെ ജെനിറ്റ്സുവിനെ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് താൻജറോ ഫുൾ കലിപ്പില്ല അവനെ വിടറാന്ന് പറഞ്ഞിട്ട് ഇനോസ്കിയുടെ അടുത്തോട്ട് ഓടി ചെല്ലുവാണ്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 13ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡ് വരാം. ബൈ.